നമുക്കറിയാം 3 വർഷത്തിലധികമായി ആത്മീയ ബോധം സമൂഹത്തിലുണ്ടാക്കി കൊടുക്കാൻ, പ്രത്യേകിച്ചും യുവാക്കളിലും അതിലുപരി നമ്മുടെ സ്ത്രീ സമൂഹത്തിലും ദിക്റുകൾ വെച്ച് പിടിപ്പിക്കാനും ആത്മീയ ബോധം സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാനും നമ്മുടെ ഈ മഹത്തായ മജ്ലിസ് ഏറെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ആർക്കും തർക്കമില്ല. ഇശാ മഗ്‌രിബിനിടയിൽ പലപ്പോഴും സീരിയലുകളും മറ്റു പല അനാവശ്യങ്ങളും കണ്ടുകൊണ്ടിരുന്ന അത്തരമൊരു സാഹചര്യത്തിൽ നിന്ന് മദനീയം എന്ന ഈ ഓൺലൈൻ മജ്ലിസിലൂടെ ധാരാളം ആളുകളെ, 10,000-കണക്കിന് ഉമ്മമാരെയും സഹോദരന്മാരെയും അള്ളാഹുവിലേക്ക് മനസ്സ് അടുപ്പിക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് അവരെ അടുപ്പിക്കുന്ന രൂപത്തിൽ ഈ മജ്ലിസ് നടത്തുകയും അതിലൊക്കെ നമുക്ക് പങ്കെടുക്കാനുള്ള അവസരമുണ്ടാക്കുകയും ചെയ്തു. നമുക്കറിയാം, എപ്പോഴും നമ്മൾ ആത്മീയ ചിന്തകളും ബോധങ്ങളും നിലനിർത്തേണ്ടവരാണ് നമ്മൾ. പ്രത്യേകിച്ചും ഇന്നത്തെ കാലം എന്ന് പറയുന്നത് വഴിതെറ്റിപ്പോകാൻ ഏറെ സാധ്യതകളും വഴികളുമുള്ള ഒരു കാലമാണ്. കാണുന്നില്ലേ, പഴയ കാലത്തെ പോലെയല്ല. ഇന്നത്തെ ചെറുപ്പക്കാരും അല്ലെങ്കിൽ ചെറുപ്പക്കാരികളും സമൂഹത്തിലെ പലരും ഇന്ന് നിരീശ്വരവാദത്തിലേക്ക് എത്തിപ്പോകുന്നുണ്ട്. അതുപോലെ തന്നെ യുക്തിവാദത്തിലേക്ക് എത്തിപ്പോകുന്നു. അറിയാതെ തന്നെ ബിദ്അത്തിന്റെ ആശയക്കാരായ പുത്തൻവാദികളായ ആളുകളുടെ പൊള്ളയായ ആശയങ്ങളിൽ അവർ അകപ്പെട്ടു പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കൃത്യമായ ഉപദേശങ്ങളും കൃത്യമായ ദീനിന്റെ ഇൽമുകളും അല്ലെങ്കിൽ ഇൽമു പഠിക്കാനുള്ള വേദികളും അവർക്ക് ലഭിക്കാത്തത് കൊണ്ടാണ്. അവിടെയൊക്കെയാണ് നമ്മുടെ മദനിയ മജ്ലിസ് പ്രസക്തമാകുന്നത്. ഇവിടെ മഹ്ദറത്തുൽ ബദരിയ എന്നും മഹാനായ ഉസ്താദിന്റെ നേതൃത്വത്തിൽ മഹാന്മാരായ ബദരീങ്ങളെ തവസ്സുലാക്കിക്കൊണ്ട് നാം ദുആ ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രസ്ഥാനം തന്നെ ആത്മീയ നേതൃത്വത്തിനോട്, ആത്മീയ നേതാക്കളോട് സമൂഹത്തിന് ബന്ധമുണ്ടാക്കിയെടുക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ടാണല്ലോ നാം എപ്പോഴും നേതാക്കളെ ബഹുമാനിക്കുന്നു. ആത്മീയ നേതാക്കൾ എന്ന് പറയുമ്പോൾ കേവലം നമ്മുടെ ജീവിക്കുന്ന കാലത്തുള്ള നേതാക്കളെ കുറിച്ച് മാത്രമല്ല, മുമ്പേ കഴിഞ്ഞുപോയ മഹാന്മാരായ അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയവരാണ് മഹാന്മാരായ ബദരീങ്ങൾ. പക്ഷേ ആ ബദരീങ്ങളെ നാം ഇന്നും മനസ്സോട് ചേർത്ത് വെക്കുകയാണ്. മഹാന്മാരായ ഔലിയാക്കന്മാരെ നാം സ്നേഹിക്കുകയാണ്. മഹാനായ ഗൗസുൽ ആലമിനെയും അജ്മീർ ശൈഖ് തങ്ങളെയും ഉള്ളാൾ ഉപ്പാപ്പയെയും മടവൂർ ശൈഖിനെയും മാലിക് ദീനാർ തങ്ങളെയൊക്കെ നാം സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും എന്തിന്റെ പേരിലാണ്? അത് വിശുദ്ധമായ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ച ആദർശമാണ്. മഹാനായ ഗൗസുൽ ആലം മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ, അവരുടെ പേര് ധാരാളം നമ്മുടെ കൂട്ടത്തിലായി മക്കൾക്ക് നാം ഇടാറുണ്ട്, പേരിടാറുണ്ടല്ലേ. മക്കൾക്ക് മാത്രമല്ല, നമ്മുടെ പല പള്ളികളുടെയും പേര് മുഹിയുദ്ദീൻ മസ്ജിദ് എന്നാണ്. അതുപോലെ തന്നെ ബദർ മസ്ജിദുകളുണ്ട്, റിഫായി മസ്ജിദുണ്ട്, റിഫായി നഗറുകളുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന അങ്കടി മുഖറിലൂടെ ഒരുപാട് കാലം അജ്മീർ എന്ന പേരിൽ ഒരു ബസ് ഓടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തൊട്ടടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിൽ പോയാൽ CM ട്രാവൽസും മടവൂർ ട്രാവൽസും ഉള്ളാൾ മദനി ട്രാവൽസും ഇങ്ങനെ തുടങ്ങി വ്യത്യസ്ത പേരുകൾ നമ്മുടെ വാഹനത്തിന് പോലും കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? നാം ഈ ആത്മീയ നേതൃത്വത്തോട് വലിയ അടുപ്പവും ബന്ധവും സ്ഥാപിച്ചെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഈ ഒരു ബന്ധം നമുക്ക് എപ്പോഴും നമുക്ക് നിലനിർത്താൻ കഴിയണം. കാരണം അവരൊക്കെ വിജയിച്ചു പോയവരാണ്. വിജയിച്ച മഹാന്മാരായ ആളുകളോട് നമ്മൾ മഹബത്ത് വെച്ച് പുലർത്തണം. ആ മഹാന്മാരെ നാം സ്നേഹിക്കണം. മഹബത്ത് എന്നത് നമ്മുടെ കൽബിൽ ഉണ്ടാകേണ്ടതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള, അസ്ഹാബിനോടും ഔലിയാക്കളോടും സ്വാലിഹീങ്ങളോടുള്ള മഹബത്ത്, അത് നമ്മുടെ ഈമാനിന് പ്രഭ വർദ്ധിപ്പിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് ധാരാളമായി നാം മഹാന്മാരെ നാം സ്നേഹിക്കണം. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് അങ്ങനെയല്ലേ, ഉഹിബ്ബു സ്വാലിഹീന വലസ്തു മിൻഹും ലഅല്ലി അൻ അനാല ബിഹിം ശഫാഅ. ഞാൻ സ്വാലിഹീങ്ങളെ പ്രിയം വെക്കുന്നു എന്നാണ്. അപ്പൊ സ്വാലിഹീങ്ങളെ, സജ്ജനങ്ങളെ പ്രിയം വെക്കുക, അത് ഈമാനിന്റെ ഭാഗമാണ്.
മഹാന്മാരായ അമ്പിയാക്കന്മാര് പോലും സുലൈമാൻ നബി അലൈഹിസ്സലാം ദുആ ചെയ്തതായി കാണാം. അല്ലാഹുമ്മ അദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ എന്നാണ്. അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് കൊണ്ട് ഞാൻ ചോദിക്കുന്നു, സ്വാലിഹീങ്ങളിൽ നീ എന്നെ പെടുത്തണം അല്ലാ എന്ന്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ദുആയുണ്ട് വിശുദ്ധ ഖുർആനിൽ, തവഫനി മുസ്ലിമൻ വ അൽഹഖ്നി ബിസ്വാലിഹീൻ. അല്ലാഹുവേ, മുസ്ലിമായി മരിപ്പിക്കണം, സ്വാലിഹീങ്ങളോട് എന്നെ ചേർക്കണമെന്ന്. അമ്പിയാക്കന്മാരൊന്നും സ്വാലിഹീങ്ങൾ അല്ലാത്തത് കൊണ്ടല്ല, പക്ഷെ അവർ വിനയത്തിന്റെ ഭാഷയിൽ എപ്പോഴും അള്ളാഹുവിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് അവർ പറയുകയാണ്, അള്ളാഹുവെ സ്വാലിഹീങ്ങൾ പെടുത്തണം അല്ലാ എന്ന്. അപ്പൊ നമ്മൾ സ്വാലിഹീങ്ങൾ പെടാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം, അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. സ്വാലിഹീങ്ങളോട് നമ്മെ അടുപ്പിക്കുന്ന പ്രസ്ഥാനമാണ് നമ്മുടെ പ്രസ്ഥാനം. നമുക്കറിയാം, മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് അടക്കമുള്ള നമ്മുടെ വലിയ നേതൃത്വം, പ്രിയപ്പെട്ടവരെ, അവരുടെ ജീവിതം മുഴുവൻ ഈ മഹത്തായ പ്രസ്ഥാനത്തിന് വേണ്ടി അവർ മാറ്റിവെക്കുമ്പോൾ ഈ പ്രസ്ഥാനം ഊന്നൽ നൽകുന്നത് സമൂഹത്തിനെ നന്നാക്കിയെടുക്കാൻ വേണ്ടിയാണ്. അവർക്ക് മതപരമായ വിവരങ്ങൾ നൽകാനാണ്, മതബോധം നൽകാനാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ബിദ്അത്തിന്റെ ആശയങ്ങളും യുക്തിവാദ ചിന്താഗതികളൊക്കെ പല ഭാഗത്തും പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈമാൻ സലാമത്താക്കാൻ വേണ്ടിയാണ് അവർ ജീവിതകാലം മുഴുവനും ഓടിക്കൊണ്ടിരിക്കുന്നത്. അറിയാമല്ലോ, മഹാനായ കാന്തപുരം ഉസ്താദിന്റെയും താജുൽ ഉലമയെയും മഹാനായ സയ്യിദ് ത്വാഹിറുൽ അഹദൽ ഖദ്ദസല്ലാഹു സിർറ നൂറുൽ ഉലമ അടക്കമുള്ള മഹാന്മാരായ ഈ വലിയ വലിയ നേതൃത്വങ്ങൾ അവർ ജീവിതകാലത്ത് ഭൗതികമായ ലോകത്തൊന്നും സമ്പാദിച്ചു വെച്ചവരല്ല. മക്കൾക്ക് വേണ്ടി ഒരുപാട് അവർ സമ്പാദിച്ചു വെച്ചിട്ടില്ല, മറിച്ച് ഈ സമൂഹത്തിന് വേണ്ടിയാണ്, സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയാണ്. അതിനുവേണ്ടി ധാരാളം മദ്രസകൾ ഉണ്ടാക്കി എന്ന് മാത്രമല്ല, ഇന്ന് കാണുന്ന വ്യവസ്ഥാപിതമായ മദ്രസ സംവിധാനം ഉണ്ടാക്കിയത് തന്നെ 1926 തുടക്കം കുറിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആ മഹത്തായ ഉലമാക്കളുടെ പണ്ഡിത സഭയാണ്. മദ്രസകൾ ഉണ്ടാക്കിയത് അൽഹംദുലില്ലാ. അതുപോലെ തന്നെ പള്ളികൾ, നമുക്കറിയാം, ധാരാളം പള്ളികൾ ഓരോ സ്ഥലത്തും ആവശ്യമായ പള്ളികൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. മഹാനായ സുൽത്താനുൽ ഉലമയുടെ നേതൃത്വത്തിൽ എത്ര പള്ളികളാണ്. തൊട്ടടുത്ത് പെൽത്തടുക്ക എന്ന് പറയുന്ന ഒരു പള്ളി SYSന്റെ നേതൃത്വത്തിൽ നിന്നും ഉണ്ടാക്കിയതാണ്. മാസങ്ങളോളം അതിന്റെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് ഞാൻ വന്നു. ആ ഒരു ബന്ധം എനിക്കിവിടെയുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് പള്ളികളും മദ്രസകളും ആത്മീയ കേന്ദ്രങ്ങളും ആത്മീയ ബോധമുണ്ടാക്കിയെടുക്കാനുള്ള സംരംഭങ്ങളും ഇതൊക്കെ നമ്മുടെ മഹത്തായ പ്രസ്ഥാനം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാൻ നമുക്ക് കഴിയണം. SSF എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹത്തിന് ദിശാബോധം കാണിച്ചു കൊടുക്കുകയായിരുന്നു. നമുക്കറിയാം, വഴിതെറ്റിപ്പോകാൻ ഏറെ സാധ്യതയുള്ള ഒരു വിഭാഗമാണ് വിദ്യാർത്ഥി സമൂഹം. അവർക്ക് ദിശാബോധം നൽകിക്കൊണ്ട്, അവർക്ക് തൊപ്പി വെച്ചുകൊണ്ട്, അതോടൊപ്പം തന്നെ ദീനിന്റെ അടയാളം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം SSF ഉണ്ടാക്കിയെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടും കൂടി പറയട്ടെ, നമ്മുടെ മക്കളെ ഏതെങ്കിലും വേദിയിലേക്ക് നാം ഒരിക്കലും തള്ളിവിടരുത്. മറിച്ച് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും നമ്മുടെ മക്കളായി തന്നെ നമുക്ക് ലഭിക്കണം. അതിന് SSFൽ അവരെ നിങ്ങൾ വളർത്തിയെടുക്കണം. അതോടൊപ്പം തന്നെ ഇത്തരം നമ്മുടെ പ്രസ്ഥാനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ പ്രവർത്തന വേദികളിലും സജീവ സാന്നിധ്യവും സഹകരണവും ഉണ്ടാക്കിയെടുക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിപാടി അവൻ സ്വീകരിക്കുമാറാവട്ടെ. ഉളിയെടുക്ക യൂണിറ്റ് നടത്തുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട്